എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവയെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. നമുക്ക് ഇത് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഒന്ന് കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് ഞങ്ങളിത് അല്ലാണ്ട് ചെയ്തെടുത്തത്, വരട്ടിയെടുത്തത്. അപ്പോൾ ആദ്യം കുക്കറിൽ വേവിക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയ ഇറച്ചി കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നൊരു 3/4 ഭാഗത്തോളവും അതിൽ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് ഇതിനെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കും. ഒരു വിസിൽ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. മറ്റൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിൽ കടുക് താളിക്കുക. കടുകിനോടൊപ്പം തന്നെ നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നേരത്തെ മാറ്റി വെച്ചിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കറിവേപ്പിലയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചെറിയ ഉള്ളിയും കൂടി ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കുക. ഈ സവാള നന്നായിട്ട് വാടണം. വാടി സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നും ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുത്ത് സവാളയുടെ നിറം ഇതുപോലെ ആകുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ആ തക്കാളിയുടെ നീരെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളെല്ലാം ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ പീസിലേക്കും ഈ അരപ്പ് വരുന്നത് പോലെ ചേർത്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് നമ്മൾ വേവിച്ചെടുത്തപ്പോൾ കിട്ടിയ ഗ്രേവിയാണ്. ആ ഗ്രേവി കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല തിള വരുന്നതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴേക്കും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി, നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്